മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിനെതിരെ കുടുംബം അവധി പോലും കൊടുക്കാതെ വിനീതിനെ പീഡിപ്പിച്ചെന്നും അജിത്തിനെ മാറ്റി നിർത്തി വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിനീതിനോട് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു എന്ന് വിനീതിന്റെ സഹപ്രവർത്തകർ മൊഴി നൽകിയിരുന്നു. വിവരങ്ങളുമായി വിനീതിന്റെ വീട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോൾ ഈ വിനീതിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആരോപണങ്ങൾ വരുന്നു. അതിൽ സഹപ്രവർത്തകരും ഒപ്പം കുടുംബവും പറയുന്നത് ഒരേ ഒരു പേരാണ്, അസിസ്റ്റന്റ് കമാൻഡർ അജിത്ത്. അപ്പോൾ എന്താണ് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? കുടുംബം പറയുന്നത് എന്ത്? എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് കോട്ടത്തറയിലെ വിനീതിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സന്ദീപും ബന്ധുവായിട്ടുള്ള വിപിനും നമ്മോടൊപ്പം ചേരുകയാണ്. അവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ തന്നെ പറയും. എന്താണ് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഉന്നയിക്കാനുള്ള പരാതി? എന്താ? എനിക്ക് എൻ്റെ അനിയൻ്റെ ജീവൻ പോക്കിയ സാറെ നിർത്തിക്കൊണ്ട് അന്വേഷണത്തിന് താല്പര്യമില്ല. 3 ദിവസമായി. അന്നിപ്പോൾ അവസാനം മെസ്സേജ് ഇവനാണ്, എൻ്റെ സുഹൃത്താണ്. ആ സാറെ പേരും പറഞ്ഞിട്ടുണ്ട്. ആ സാറ് പേര് ഇതുവരെ നടപടി വന്നിട്ടില്ല. അന്വേഷിച്ചിട്ടൊരു കാര്യമില്ല. അയാൾ ഒഴിവാക്കിയിട്ട് അന്വേഷിക്കണമാണ്. അതിൻ്റെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്, മന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്. മാനസികമായിട്ട് കുറേ പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ലീവ് കൊടുക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവൻ്റെ വൈഫിനെ കാണിക്കാൻ ലീവ് വെച്ചിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറേ അരീക്കോട് ക്യാമ്പ് പോയാലും ഭയങ്കര പ്രശ്നം ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പേ അവൻ്റെ കൂടുതൽ ആൾ മരിച്ചിട്ട് അതിന് ആ സാറാ ചോദിച്ചതുകൊണ്ട് വ്യക്തിപരമായിട്ട് അയാൾ തീർക്കുന്നതാണ് തോന്നുന്നത്. വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു തന്നെയാണോ പറയുന്നത്? ഇവൻ്റെ കൂടുതലുള്ള ആദ്യമായിട്ടൊന്നും ഇപ്പോൾ അവൻ്റെ കൂടുതലില്ല. ആരും ഇവനിപ്പോൾ കൊടുത്തപ്പോൾ ആരും അന്ന് പോയപ്പോൾ ആരും കണ്ടില്ല. ഇവൻ ഫസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണുന്നത് ഇവൻ ബാത്റൂമിൻ്റെ ഡോറിൽ കിടക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ ഫൈബർ ഡോർമിലാണ് കിടക്കുന്നത്. അനുഭവിച്ചിട്ടുണ്ടാവും. അത് സാർ പക പോക്കിയാണോ? എന്നിട്ട് ഇത്ര അവസാന മെസ്സേജിൽ വരെ ഇവന് ജീവൻ കൊടുത്താണ്. മറ്റേ ഇവൻ്റെ ഇതുവരെ ഇവൻ്റെ കൂട്ടുകാർക്ക് ഇനി സംഭവിക്കൂടെ എന്നില്ലല്ലോ. ഇതിന് മുമ്പ് അയച്ചിട്ട് ആ സാറിന് ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. മെസ്സേജിൽ ഓൻ്റെ ജീവൻ ഓട്ടത്തിനായി സമർപ്പിക്കുന്നു, അങ്ങനെ എഴുതിയത്. പിന്നെ അജിത് സാറിന് ഈ മെസ്സേജ് ഒരു മയ്യൻ രാഹുലിനെയും പിന്നെ അജിത് സാറിനെയും കാണിക്കണം, അങ്ങനെയുള്ളത്. പിന്നെ എൻ്റെ ജീവൻ ഓട്ടത്തിനായി സമർപ്പിക്കുന്നു, പിന്നെ ഓട്ടത്തിൻ്റെ സമയം ഒന്ന് കൂട്ടാനും പറയണം, അങ്ങനെയൊക്കെയാണ് മെസ്സേജിലുള്ളത്. പിന്നെ കൂടെ നിന്ന് പണി തരുന്നവർക്കും അങ്ങനെ കുറേ അങ്ങനെയൊക്കെയാണ്. കൂടെ ആർക്കോ കൂടെ നിന്ന് പണി കൊടുക്കുന്ന എന്നൊക്കെ ഉള്ളൊരിത് ഉണ്ടായില്ലേ. ഉണ്ടാവും. അതുകൊണ്ടാണ് അവൻ കുറേ അവിടെ എന്തൊക്കെയോ സംഭവം നടന്നിരിക്കും. നമുക്ക് ലീവിൻ്റെ മാത്രം ആവാൻ സാധ്യതയില്ല, അല്ലാണ്ടും കുറേ എന്തൊക്കെയോ അവന് ശരിയായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം അവൻ ചെയ്തത് അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്തായാലും കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപം, പരാതി അത് ഇതാണ്: അസിസ്റ്റന്റ് കമാൻഡന്റായിട്ടുള്ള അജിത്തിനെ മാറ്റി നിർത്തിയ അന്വേഷണം സാധ്യമാകൂ എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം. പ്രജിത്ത്.